ഹലോ, എല്ലാവർക്കും വാട്ടിലേക്ക് സ്വാഗതം. ഡേ 2 ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഇത് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂവിൽ നിൽക്കുന്ന ചെടികളൊക്കെയാണിത്. നല്ല ഭംഗിയുണ്ട്. നമ്മളെ നാട്ടിലെ ചെടികളൊക്കെ ഇവിടെ നിൽക്കുന്നത്. നന്ദ്യാർവട്ടത്തിൻ്റെ ചെറിയ പൂ, ചെമ്പരത്തി, അങ്ങനെ കുറച്ച് ഫ്രണ്ട് വ്യൂസൊക്കെയാണിത്. അടുത്തിവിടെ വന്നിട്ട് ഒരു അത്തിമരമുണ്ട്. ഇതാ കണ്ട, അത്തിപ്പഴം നിറയെ കാഴ്ച കിടപ്പുണ്ട്. ഇത് ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇത് മുറുകൂട്ടി ചെടിയാണ്. ഇതെൻ്റെ ഫ്ലവർ. ഇവിടുന്ന് ഞങ്ങൾ ഫസ്റ്റ് തിരിച്ചത് ഓൾഡ് ഗോവ ചർച്ചിലേക്കാണ്. ഇതിൽ ബേസിലിക്ക വന്നിട്ട് ഇതും മറ്റേത് വന്നിട്ട് ഇതുമാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. ഇതൊക്കെ പള്ളിക്കകത്തുള്ള വ്യൂ ആണ്. ഒരു പള്ളിക്കകത്ത് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. വേറെ ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും മഴ നനഞ്ഞു പോയി. മഴ നനഞ്ഞ കാരണത്താൽ അവർ അതിനകത്ത് കയറ്റിയിരുന്നില്ല. ഇത് ഇനിയൊരു ചർച്ചിൻ്റെ അകമാണ്. ഒരു ചർച്ചിൻ്റെ അകം ഇനിയൊരു ഇൻഫർമേഷൻ്റെ ഇതിനകത്ത് നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ പണ്ടത്തെ ഗവർണേഴ്സ്, വൈസറീസ് അവരുടെയൊക്കെ ഫോട്ടോയും കുറേ ആൻറ്റീക്ക് കളക്ഷൻസൊക്കെ ഉള്ളതാണ്. അതിൻ്റെ അകത്ത് ഫോൺ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വിഷ്വൽസ് ഒന്നും എൻ്റെ കയ്യിലില്ല. ഇത് അവിടുത്തെ ചർച്ചുകളൊക്കെയാണ്. കുറേ ഉണ്ട് കാണാൻ, കുറേ നടന്ന് കാണാനൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ ശവക്കല്ലറ അതെല്ലാം ഉണ്ട്. ഇത് അവിടുത്തെ ഒരു ശവക്കല്ലറയാണ്. ഇത് അങ്ങനെ കുറേ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇനിയൊരു പള്ളിക്കകത്ത് കയറി. മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ടായിരുന്നു. ഇതവിടെ വെച്ചിരുന്നതൊരു അതിനുശേഷം ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതവിടുന്ന് സ്പെഷ്യൽ ബിരിയാണി ഫിഷ് താലിയുമാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഞങ്ങൾ 2 വാങ്ങിച്ച ശേഷം അത് ഷെയർ ചെയ്യായിരുന്നു. അടുത്ത് പോയത് ഈ ടെമ്പിളിലായിരുന്നു. ഇതെല്ലാം ടെമ്പിളിലെ കാഴ്ചയാണ്. ഇത് അവിടെ ഒരു ലോട്ടസ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോയത് മിറാമൂർ ബീച്ചിലേക്കാണ്. ബീച്ചിൽ ഇറങ്ങാൻ നിന്നില്ല. ബീച്ച് അത്ര പോരാ. അതുകൊണ്ട് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങിയില്ല. കരയിൽ നിന്ന് മാത്രം ഒന്ന് കണ്ടു. അത് കഴിഞ്ഞ് പോയത് ഞങ്ങൾ പനാജി. അവിടെ വന്നിട്ട് ഷോപ്പിങ്ങിന് പോയതാണ്. ഷോപ്പിങ്ങിന് മാത്രമേ പോയുള്ളൂ. ഒന്നും മേടിച്ചൊന്നുമില്ല. അത്രയ്ക്ക് വിലയുണ്ട്. ഒന്ന് സ്ട്രീറ്റ് എല്ലാം മൊത്തത്തിൽ കണ്ടിട്ടിങ്ങ് പോന്നു. അത് കഴിഞ്ഞ് ക്രൂയിസിൽ പോയില്ല. ജസ്റ്റ് ഫോട്ടോ എടുത്താൽ മാത്രമേ ഉള്ളൂ. നൈറ്റ് ഞങ്ങൾ വാക്കിന് പോയത് കലാങ്കോട്ട് ബീച്ചിലേക്കാണ്. നൈറ്റ് വാക്കാണ് പോയത്. ഇത് അവിടുത്തെ വിഷ്വൽസാണ്. നന്നായിട്ട് എൻജോയ് ചെയ്തു ഇവിടെ ബീച്ചിലൊക്കെ പോയി. ഇതവിടെ സൈഡിൽ നടന്ന പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ്. ഇത് തിരിച്ചു വന്നപ്പോൾ ക്രൂയിസിൻ്റെ കുറച്ച് വ്യൂസാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ടിക്കറ്റിന് വില ഇത്തിരി കൂടുതലാണ്. ഒരാൾക്ക് 550 അങ്ങനെ എന്താണ് പറഞ്ഞത്. ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളാരും ഇതിലേക്ക് ഇറങ്ങിയില്ല. പോകുന്ന വഴിക്ക് ഒന്ന് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റ് വാക്കിന് പോയ വിഷ്വൽ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മുടെ കലങ്കോട്ട് ബീച്ചിലുള്ള ഒരു ചെറിയൊരു ഫോട്ടോ. താങ്ക്